അസമിനെ പറ്റി പ്രത്യേകിച്ച് പറയാനില്ല. ഏകദേശം എല്ലാവരും പറഞ്ഞിരുന്ന റിസൾട്ട് തന്നെയാണ് വന്നത്. അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ആൾക്ക് അത്രത്തോളം ജനപിന്തുണയാണ്. അതും ഒരു കാലത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട പോലെ അയാൾ ഒരു മൈൻഡും ചെയ്യാതെ അവസാനം വേദനിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അപമാനിച്ചുകൊണ്ട് ബി ജെ പിയിലെ ഒരു ആനക്കാട്ടിൽ ഈപ്പച്ചനാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മ. ഔട്ട്സ്പോക്കൺ. ഹിമന്ത ബിശ്വ ശർമ്മ ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് പറഞ്ഞു, കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന 30 സ്ഥാനാർത്ഥികളെ ഞാൻ നിർത്തിയിരിക്കുകയാണ്, ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ പറയുമോ? ഒരുപക്ഷെ ചെയ്യുമായിരിക്കും, പക്ഷെ പുറത്ത് പറയില്ല. ഇത് അത് പറഞ്ഞു. എനിക്കതുകൊണ്ട് പേടിയൊന്നുമില്ല. അവർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കേട്ടോളും. എൻ്റെ കൂടെ നിൽക്കും 30 പേര്. 2 പ്രധാന നേതാക്കളെ വലിച്ചു ഹിന്ദു. 30-ൽ കൂടുതൽ ആൾക്കാരെ അവർ നിർത്തിയിട്ടുണ്ട്. അവരാരാന്ന് എനിക്കറിയില്ല, പക്ഷെ 30 പേരെ എനിക്കറിയാം. എൻ്റെ പോക്കറ്റിലെ ആൾക്കാരാണ്. ജാൻതാവും കപ്സെ ഇത്. അതേസമയം ഒരു വാണിംഗ് പോലെ ഇപ്പോഴും 4 മാസം മുമ്പ് റിപ്പബ്ലിക് ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇയാൾ പറഞ്ഞു, ഹിമന്ത ബിശ്വ പറഞ്ഞു, തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇത് ഒരുപക്ഷെ ഞാൻ ജയിച്ചൊക്കെ വരും, പക്ഷേ ഇതുകൊണ്ടൊന്നും ആസാം ഭാരതത്തിൽ നിൽക്കുമോ എന്ന് സംശയമുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളുടെ തള്ള് വളരെ വലുതാണ്. അപ്പോൾ അവരെ തിരിച്ചു തള്ളിയപ്പോൾ ഡീപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരെ എങ്ങനെയാണ് അതിർത്തി കടത്തി വിടുക എന്ന് എനിക്കറിഞ്ഞു. 8 ജില്ലകളിൽ ഭൂരിപക്ഷം നിലവിൽ. പിന്നെ നമ്മുടെ സുപ്രീം കോടതി, ഭരണഘടന, ആർട്ടിക്കിൾ 14 തുല്യത എന്നൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറയുന്നത് എന്താ? ഇതുണ്ടല്ലോ, സിലിഗുരി കോറിഡോർ, ചിക്കൻ നെക്കിൽ ഹിമന്ത ബിശ്വ പറഞ്ഞു ഒരു റോഡും ഒരു റെയിൽവേ ലൈനും ഉണ്ട്, ബാക്കി എന്തുണ്ടെന്നാണ്. അതിൻ്റെ 2 വശത്തും ബംഗ്ലാദേശികളാണ്. അവർ കേൾക്കുന്നത് ബംഗ്ലാദേശ് റേഡിയോ ആണ്, അവർ കാണുന്നത് ബംഗ്ലാദേശ് ടി വിയാണ്, ഢാക്ക ടി വിയാണ്. അത് നിങ്ങൾ ചിക്കൻ നെക്ക് സംരക്ഷിക്കാൻ പോകുന്നു. എന്ത് സംരക്ഷിക്കാൻ പോകുന്നു? 2 വശത്തും ഇതാണ്. അപ്പോൾ എന്നാണ് ഇത് തകിടമറിയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് മുമ്പുള്ളവരും ഞാനും ഒക്കെ ചെയ്യുന്നത് ഇന്നെവിറ്റബിളായിട്ടുള്ള അനിവാര്യമായിട്ടുള്ളൊരു ദുരന്തം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഔട്ട്സ്പോക്കൺ എന്ന് പറയാൻ കാര്യം. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവും പറയില്ല. കോൺഗ്രസ്സിൽ എൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറയില്ല. തോക്കാൻ പോകുന്ന ഒരു യുദ്ധത്തിൽ, വാർ, അതിൻ്റെ ബാറ്റിലാണ് ഞാൻ ജയിക്കുന്നത്. വാറിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊന്നും ഒരു രാഷ്ട്രീയക്കാരനും പറയാത്തതാണ്. അത്രയ്ക്ക് ഔട്ട്സ്പോക്കണാണ് ആ മനുഷ്യൻ. ഏതായാലും തൽക്കാലം ബി ജെ പിക്കാർക്ക് ആഘോഷിക്കാം. ആസാം 3ാമത് അധികാരത്തിൽ വന്നു എന്നൊക്കെ പറയാം. ഇപ്പോൾ ലോവർ ആസാം ഒരു ബരാക് വാലി അവിടെയാണല്ലോ സാധാരണഗതിയിൽ. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അസമിൽ ഇപ്പം റിസൾട്ട് മനസ്സിലാക്കുമ്പം ഈ മിയ മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിങ്ങളുണ്ടല്ലോ, അസമീസ് ഭാഷ സംസാരിക്കുന്ന തനത് മുസ്ലിങ്ങൾ, അവർ പക്ഷേ അവരുടെ ബെൽറ്റിലൊക്കെ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല ഹിമന്ത അവർക്കിടയിൽ അത്യാവശ്യം പോപ്പുലറാണ്. അതായത് അവരും ഈ പറയുന്ന ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് എതിരാണ്. അവരുടെ അവകാശം അതല്ലേ ഇദ്ദേഹം ഈ പറയുന്നത്. ബംഗ്ലാദേശ് മുസ്ലിങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ആസാമിലെ ഒറിജിനൽ മുസ്ലിങ്ങളുണ്ടല്ലോ, അവർക്ക് ശ്വാസം മുട്ടലാണ്. അതുകൊണ്ട് അവർ ഹിമന്തയ്ക്ക് വോട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് 40% മുസ്ലിങ്ങളുള്ളപ്പോൾ പോലും അങ്ങേര് ജയിക്കുന്നത്. മമതി ഇതൊരു പ്രധാന വിഷയമാക്കി ഉയർത്തിയിരുന്നു. ബി ജെ പി കൗണ്ടറായിട്ടും സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ബംഗ്ലാദേശിലെ UMP അക്തർ ഹുസൈൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബംഗ്ലാദേശിന് വലിയ പ്രശ്നമാണ് ബംഗാളിലെ അധികാരമാറ്റം. പല ഈ പറയുന്ന കുടിയേറ്റക്കാരൊക്കെ ചിലപ്പം അനധികൃത കുടിയേറ്റക്കാരൊക്കെ തിരിച്ച് അതിർത്തിയിലേക്ക് വരും, വലിയ പ്രശ്നമാണെന്നുള്ളത്. ബി ജെ പി അതൊരു മെയിൻ ഇഷ്യൂ ആക്കി ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് സൗത്ത് ബംഗാളിൽ വരെ അത് ഒരു വലിയ വിഷയമായിരുന്നു. അപ്പോൾ അത് ഒരു ഹിന്ദു പോളറൈസേഷൻ, ഇത്തരം സംഭവങ്ങൾ ബംഗാളിലൊരു എക്സ് ഫാക്ടറായി മാറിയിരുന്നു. അതെ.